പുതിയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധം. വിഷയം ചർച്ച ചെയ്യാൻ നഗരസഭാ ചെയർമാൻ അനുവദിച്ചില്ല എന്നാരോപിച്ച് സംഘം ഇറങ്ങിപ്പോയി. പുതിയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് കൗൺസിൽ യോഗം വിളിച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് LDF പ്രതിപക്ഷ കൗൺസിലർമാർ നോട്ടീസ് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്ത കൗൺസിൽ യോഗത്തിൽ പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വിഷയം ചർച്ച ചെയ്യാൻ നഗരസഭാ ചെയർമാൻ അനുവദിച്ചില്ല എന്നാരോപിച്ചാണ് പ്രതിപക്ഷ കൗൺസിലർമാർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. ശേഷം അംഗങ്ങൾ ടൗണിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. നഗരസഭയ്ക്ക് വലിയ തോതിൽ കിട്ടേണ്ട വരുമാനം സ്വകാര്യ വ്യക്തിക്ക് കിട്ടുന്ന രീതിയിൽ കൂടിയാലോചന ഇല്ലാതെയാണ് പുതിയ ബസ് സ്റ്റാൻഡ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു. ഇന്ന് നടന്നിട്ടുള്ള കൗൺസിൽ മീറ്റിംഗിൽ ചെയർമാൻ പറഞ്ഞത് ഈ അജണ്ട നമ്മൾ ചർച്ച ചെയ്തതാണെന്നാണ്. 24/4 നടന്ന അജണ്ടയിൽ ഉപസമിതിയുടെ റിപ്പോർട്ട് എന്ന രീതിയിൽ 19 അംഗ ഉപസമിതി അംഗങ്ങൾ ഒപ്പിട്ടിട്ടുള്ള ഒരു ഉപസമിതി റിപ്പോർട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ഉപസമിതി റിപ്പോർട്ട് ശരിക്കും ഉപസമിതി അംഗങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് ആയിരുന്നില്ല. ഇന്ന് സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ ഈ ഉപസമിതി റിപ്പോർട്ട് ഞാൻ അറിയില്ല എന്നുള്ള രീതിയിലാണ് സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. കാരണം സെക്രട്ടറി അറിയാതെ ചെയർമാന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഉപസമിതി റിപ്പോർട്ടാണ് ഈ ഉപസമിതി റിപ്പോർട്ട് എന്ന രീതിയിൽ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ട് ഇന്ന് സെക്രട്ടറി പറഞ്ഞ് ഞാൻ ആ ഉപസമിതി റിപ്പോർട്ട് എന്റെ അറിവിലുള്ളതല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് തന്നെ അന്ന് ഉപസമിതി റിപ്പോർട്ട് എന്ന് പറഞ്ഞ് അന്ന് ചെയർമാൻ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച റിപ്പോർട്ട് ഉപസമിതി റിപ്പോർട്ട് ഇല്ലാത്ത സ്ഥിതിക്ക് അന്ന് നടന്നിട്ടുള്ള ആ തീരുമാനം അസാധുവായിട്ട് അതിൽ നിന്ന് പ്രഖ്യാപിക്കുകയാണ്. EP അച്യുതൻ, KK ഫൈസൽ തങ്ങൾ, പറശ്ശേരി വീരാൻകുട്ടി, കമറുദ്ദീൻ പാറക്കൽ, നാലകത്ത് നൌഷാദ്, അഭിലാഷ്, സാജിദ, ഉമ്മു ഹബീബ, പിലാക്കോളിൽ ശൈലജ, റസീന മാലിക് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.